ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റാണ്. ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല. ഒരു സിനിമ കണ്ടിട്ട് കാണാമെന്ന് പറഞ്ഞ് സിനിമ കണ്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചതാണ്. സിനിമ കണ്ടു തീർക്കാൻ പറ്റില്ല, കാരണം കറണ്ട് പോയി. പിന്നെ ഞാൻ ആ മൊബൈലിൽ നോക്കി ഇരുന്നപ്പോൾ ഈ സാധനം അങ്ങോട്ട് വിട്ടുപോയി. അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ. ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതല്ലോ 1 മണിയുടെ ക്യാൻഡിൽ, വൈറ്റ് ക്യാൻഡിൽ. പ്രൈസ് ഇത് ഡെയിലി ഇത് ഇന്നലത്തെ പ്രൈസ് ഡെയിലിയിൽ ഇത് വൈറ്റ് ക്യാൻഡിലാണ്. ഈ ഒരു വൈറ്റ് ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ട് അതായത് ബുധനാഴ്ച ടാപ്പ് ചെയ്ത് അതിനുശേഷം ബുധനാഴ്ച 1 ഹവറിൽ ടാപ്പ് ചെയ്തതിനു ശേഷം 1 ഹവർ ഷിഫ്റ്റ് കിട്ടി, IFG കിട്ടി. ദെൻ പ്രൈസ് മുകളിൽ പോയി ആ ഒരു റിജക്ഷൻ ബ്ലോക്ക് എടുത്ത് ഞാൻ താഴത്തേക്ക് വന്നിട്ടിരിക്കുമായിരുന്നു പ്രൈസ്. അപ്പോൾ നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്നത് 4 ഹവർ ലിക്വിഡിറ്റിയിലായിരിക്കും. അവിടെ നോക്കുവാണെങ്കിൽ ഇതിങ്ങനെ വന്നപ്പോൾ 4 ഹവർ ലിക്വിഡിറ്റി, റീസൺ 4 ഹവർ ലിക്വിഡിറ്റി അവിടെ ഏത് റിജക്ഷൻ ബ്ലോക്കിലാണ്. അപ്പോൾ പ്രൈസ് ഞാണ്ടേക്ക് വന്നതായിരുന്നു. അതെൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇവിടെ 21 മണിയുടെ ക്യാൻഡിൽ ഓഫായി, ക്ലോസായി. ദെൻ 1 മണി ക്യാൻഡിൽ ഓപ്പണായി. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രൈസ് സെല്ല് തന്നെയായിരുന്നു. റീസൺ ലിക്വിഡിറ്റി നിന്ന് താഴേക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് ചെയ്യുന്ന റിയാക്ഷൻ കിട്ടിയപ്പോഴാണ് ഞാൻ എടുത്തത്. പക്ഷേ പ്രൈസ് വെളിയിൽ പോയി ഒരു ലോസ് എടുത്തിട്ട് താഴത്തോട്ട് വന്നു. ഇതിപ്പോൾ 15 മിനിറ്റിലായിരുന്നെങ്കിൽ ഈ ട്രേഡ് പ്രോഫിറ്റിൽ അവസാനിച്ചാണ്. 1 മിനിറ്റിലായതുകൊണ്ടാണ് ലോസിൽ അവസാനിച്ചത്. കുഴപ്പമില്ല, പാർട്ട് ഓഫ് ഗെയിം. ഞാൻ പറഞ്ഞത് ഇതായിരുന്നു, ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്നെ ആ ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നു, എന്നിട്ടാണ് മുകളിലേക്ക് പോയത്. ഇത്രേ ഉള്ളൂ.